അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈയൊരു വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച ജനകീയ വിചാരണ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹൃദയരായ നാട്ടുകാരെ, സഹോദരങ്ങളെ, ലിബറലിസം നമ്മുടെ നാട്ടിന് നൽകുന്ന ഒരുപാട് തിന്മയുടെ വശങ്ങൾ കഴിഞ്ഞ സംസാരങ്ങളിലൂടെ നമുക്ക് ബോധ്യമായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്, ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ ഒരു വിഭാഗം നടത്തിയ ഒരു പ്രോഗ്രാമിലുണ്ടായ വലിയ ഒരു ഭീകരാക്രമണത്തെക്കുറിച്ചാണ്. അവരുടെ പ്രോഗ്രാം രാവിലെ തുടങ്ങി അല്പസമയം കൊണ്ട് ആ ഒരു ഓഡിറ്റോറിയത്തിൽ വലിയ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകുകയാണ്. വാർത്താമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയകൾ അതിനർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി, ആശങ്കയോടുകൂടി അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ന്യൂസ് ബ്രേക്കിംഗ് ആയി ചാനലുകൾ ആ ബോംബ് ബ്ലാസ്റ്റ് ചർച്ച ചെയ്യപ്പെടുകയാണ്. യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ക്രിസ്ത്യൻ സഹോദരങ്ങൾ നടത്തിയ ആ ഒരു പ്രോഗ്രാമിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി. ആരാണ് ഇതിന് പിന്നിൽ? കേരളത്തെ നടുക്കിയ ആ ഒരു ബോംബ് ബ്ലാസ്റ്റിന് പിന്നിൽ ആരാണ് എന്നതാണ് എല്ലാ ആളുകളും ആശങ്കയോടുകൂടി ആദ്യ സമയങ്ങളിൽ അതിനെ നോക്കിയത്. എന്നാൽ അതാരാണെന്ന് തെളിയുന്നതിന് മുമ്പ് തന്നെ, അന്വേഷണങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അതിനെ ഒരു വിഭാഗത്തിലേക്ക് ചേർത്തിക്കൊണ്ട് ചില പ്രചരണങ്ങൾ നടക്കുകയാണ്. ചില ആളുകൾ അതിനെ ന്യൂസുകൾ സോഷ്യൽ മീഡിയയിലൂടെ അതിനെ ഫലസ്തീൻ അനുയായികളാണ് അതിൻ്റെ പിന്നിലെന്ന് വരുത്തി തീർക്കാൻ ഇത്തരം യഹോവ സാക്ഷികളുടെ വിശ്വാസം യഹൂദരുടേതുമായി ബന്ധമുണ്ട് എന്ന പ്രചരണം ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ മീഡിയകളിൽ ചില ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇസ്ലാം സംഘടനകളിൽപ്പെട്ട ചില ആളുകളെ പോലീസ് സ്റ്റേഷനുകളിൽ വിളിച്ചു വരുത്തുന്നു. ന്യൂസുകൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു തൊപ്പിയിട്ട ഒരു ജാർഖണ്ഡുകാരനെ അറസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള അറസ്റ്റുകളും ഇത്തരം സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളും ആളുകൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് ഇസ്ലാമാണ് ഇതിന് പിന്നിൽ, മുസ്ലിങ്ങളാണ് ഇതിന് പിന്നിൽ എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങൾ ആദ്യ സമയങ്ങളിൽ നടക്കുകയാണ്. സഹോദരങ്ങളെ, മണിക്കൂറുകൾക്കുള്ളിൽ, കേവലം 4-5 മണിക്കൂറുകൾക്കുള്ളിൽ ആരാണ് അതിന് പിന്നിലെന്ന് വ്യക്തമാക്കപ്പെടുന്നു. ഡൊമിനിക് എന്ന് പറയുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിലെ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആൾ, മാർട്ടിൻ എന്ന് പറയുന്ന കൊച്ചിൻ സ്വദേശി, ആ ബോംബ് ബ്ലാസ്റ്റ് ഏറ്റെടുക്കുകയാണ്. അതോടുകൂടി അതിന് കിട്ടിയ ഒരു മീഡിയ ഒരു ബൂമിംഗ് നഷ്ടപ്പെടുകയാണ്. എന്താണ് അതിനു വേണ്ടി സംഭവിച്ചത്? ആ ഒരു ഭീകരത പിന്നീട് അവരുടെ വാർത്താ മാധ്യമങ്ങളിലുള്ള പ്രസന്റേഷനുകളിൽ നമുക്ക് കാണുന്നില്ല. മറിച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ മരണസംഖ്യകൾ വർദ്ധിക്കുമ്പോൾ പോലും കേവലം ചരമകോളത്തിലേക്ക് നീക്കിവെക്കപ്പെടുന്ന രീതിയിലുള്ള പ്രാധാന്യം മാത്രം അതിന് പിന്നീട് നൽകപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിന് എന്തോ ഒരു അജണ്ടയുടെ ഒരു പ്രശ്നം നമുക്കവിടെ കാണാൻ സാധിക്കും. ഏത് സംഗതികളെയും ഏത് പ്രശ്നങ്ങളെയും ഇസ്ലാമിനോട് കൂട്ടിക്കെട്ടുക, അതിൻ്റെ പ്രശ്നക്കാർ മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർക്കുക എന്നൊരു വ്യക്തമായ അജണ്ട മീഡിയകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. നോക്കൂ നിങ്ങൾ, കൊറോണയുടെ ആദ്യ സമയം നമുക്കൊന്ന് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കും. കൊറോണയുടെ വ്യാപനത്തിന്റെ ആദ്യ സമയത്ത് ചില പ്രചരണങ്ങൾ ഉണ്ടായത് കൊറോണ വ്യാപിപ്പിക്കുന്നത് മുസ്ലിങ്ങളാണെന്നാണ്. ചില സമ്മേളനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവർ അതിന് ചില പേരുകൾ പോലും അത് പ്രചരിപ്പിക്കുന്നതായി നമ്മൾ കണ്ടു. അത്രയേറെ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ കൂടി എങ്ങനെയെങ്കിലും ഇസ്ലാമിലേക്ക് അത്തരം പ്രശ്നങ്ങളെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ മുസ്ലിമീങ്ങൾ ഒരു പ്രശ്നക്കാരാണ് എന്ന് തോന്നിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ. നമുക്കറിയാം, നാർക്കോട്ടിക് ജിഹാദ് ഇവിടെ ചർച്ചയായി, വിവാദമായി. എന്താണ് നാർക്കോട്ടിക്?
ഇസ്ലാം ഏറ്റവും അധികം എല്ലാ മതങ്ങളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങേയറ്റം ആൽക്കഹോൾ, നാർക്കോട്ടിക്സിനെ എതിർക്കുന്ന, അതൊരു വലിയ തിന്മയായി ജനങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ഒരു മതം ഇസ്ലാമാണ്. ആ ഇസ്ലാമിന്റെ പേരിൽ നാർക്കോട്ടിക് ജിഹാദ് ആരോപിക്കപ്പെടുന്നു. മീഡിയകൾ ചർച്ച ചെയ്യുന്നു. ന്യൂസ് റൂമുകളിൽ നിരന്തരം ഇത്തരം വാർത്തകൾ ചർച്ച ചെയ്തുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അത്തരം വാർത്തകളെ കൊണ്ടുപോകുന്നു. നമുക്കറിയാം, ഇസ്ലാം വിവാഹേതര ബന്ധങ്ങളെ, അവിശുദ്ധ ലൈംഗിക ബന്ധങ്ങളെ വളരെ ശക്തിയുക്തം എതിർക്കുന്നതാണ്. ആ ഇസ്ലാമിന്റെ പേരിൽ ലവ് ജിഹാദ് ആരോപണങ്ങൾ നാട് നീളെ പ്രചരിപ്പിക്കപ്പെടുന്നു. ഇസ്ലാമിന് വേണ്ടി അത്തരം ഇസ്ലാം ഹറാമാക്കിയ വിഷയങ്ങളിലൂടെ, അത്തരം അവിശുദ്ധ ബന്ധങ്ങളിലൂടെ ഇസ്ലാമിലേക്ക് ആളുകൾ ചേർക്കുന്നവരാണ് ഇവർ എന്ന് പ്രചാരണം സൃഷ്ടിക്കുന്നു. ഞാൻ പറയുന്നത്, ഇസ്ലാം മോശമായി കാണുന്ന തിന്മയെപ്പോലും ഇസ്ലാമിൻ്റെ അജണ്ടകളിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ആളുകളാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഭീതിയും ഭയവും ഉണ്ടാക്കുന്ന വ്യക്തമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു സത്യാവസ്ഥ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ അലാബാമ യൂണിവേഴ്സിറ്റി അമേരിക്കയിൽ നടന്ന ഒരു പഠനത്തിൽ നമുക്ക് കാണാം, മുസ്ലിമീങ്ങൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ മുസ്ലിമീങ്ങളാൽ ഏതെങ്കിലും ഇസ്ലാം നാമധാരികൾ നടത്തുന്ന ക്രൈമുകൾക്ക് മറ്റിതര മതക്കാരുടെ ക്രൈമുകളെക്കാൾ 357% അധികം വാർത്താ പ്രാധാന്യം ലഭിക്കുന്നു എന്നാണ്. നമ്മളിവിടെ കണ്ടു, കളമശ്ശേരിയിൽ ആദ്യം ഉണ്ടായ ഒരു ആവേശം പിന്നീട് മാധ്യമ ചർച്ചകളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ഹെഡ്ലൈനുകൾ, വാർത്തകൾ കൊടുക്കുമ്പോൾ ഇത്തരം മുസ്ലിം നാമധാരികൾ പങ്കെടുത്ത എന്തെങ്കിലും ക്രൈമുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് മീഡിയയുടെ മൈക്കുകളുടെ എണ്ണം, മീഡിയയുടെ ഒരു അറ്റൻഷൻ 105 ഹെഡ്ലൈനുകളാണെങ്കിൽ ഇതര അത്തരം പ്രശ്നങ്ങൾക്കുള്ള ഹെഡ്ലൈനുകൾ കേവലം 15കളിൽ ഒതുങ്ങുന്നു. ഇങ്ങനെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഏറ്റവും ആളുകൾക്കിടയിൽ വെറുപ്പുണ്ടാക്കുന്ന, മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒരു മതത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്നും അവരുടെ ചിഹ്നത്തിൻ്റെ പേരിൽ അവരുടെ ആദർശങ്ങളെ ജനങ്ങൾക്കിടയിൽ ഭീതി ഉണ്ടാക്കുക എന്നത് വലിയ ഒരു അജണ്ടയാണെന്നും അമേരിക്കയിൽ US-ൽ 206 മില്യൺ ഡോളറുകളാണ് ഇതിനു വേണ്ടി ചെലവഴിക്കപ്പെടുന്നത് എന്നുള്ളത് കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻ അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയും സംയുക്തമായി നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കുകയാണ്. ഇത് ഗാർഡിയൻ പോലെയുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ പിന്നിൽ 74ഓളം ഗ്രൂപ്പുകൾ അതിനെ സഹായിക്കുന്നു. ഫെമിനിസ്റ്റ്, സയനിസ്റ്റ്, ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട അത്തരം ആളുകൾ അതിനെ ഫണ്ട് ചെയ്യുന്നു, അതിനെ സഹായിക്കുന്നു എന്ന് നമുക്ക് അവരുടെ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഇസ്ലാമിനെ ഇത്രമാത്രം പ്രതി ചേർക്കപ്പെടുന്നു? എവിടെയും ഇസ്ലാമിനെ ഒരു ഭീതിയോടുകൂടി കാണിക്കാൻ അവരുടെ അജണ്ടകൾ നിരന്തരം അവർ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം അവർക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നത് ഫാഷിസ്റ്റുകളുടെ അജണ്ടയാണ്. ഭിന്നിപ്പിച്ച് ഭരിച്ചുകൊണ്ട് അവരുടെ ഭരണം നിലനിർത്തുക എന്നത് അവരുടെ അജണ്ടയാണ്. അതിൻ്റെ ഭാഗമായി അവർ ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്നതുണ്ട്. അതുപോലെ ഇവിടെ നടക്കുന്ന ഭരണകൂടത്തിൻ്റെ പ്രശ്നങ്ങളെ, ഭരണകൂടത്തിൻ്റെ പോരായ്മകളെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ എന്നും ഒരു മുസ്ലിം ഇഷ്യൂ ജനങ്ങൾക്കിടയിൽ ഇട്ടുകൊടുക്കും. പിന്നീട് അതിൻ്റെ മുകളിലാണ് ചർച്ച വരുന്നത്. മാത്രമല്ല, വംശീയ ഉന്മൂലനം അവരുടെ ഒരു ലക്ഷ്യമാണ്. അതായത് ഇവിടെ നിന്നും ഒരു വിഭാഗത്തെ പുറത്താക്കുന്നതിന് മുമ്പ് അവർ ഏറ്റവും മോശക്കാരാണെന്ന് ജനങ്ങൾക്ക് തോന്നണം, അവരെ അപരവൽക്കരിക്കണം എന്നതാണ് അവരുടെ വലിയൊരു ലക്ഷ്യങ്ങളിൽപ്പെട്ട മറ്റൊന്ന്. നോക്കൂ, ആഗോളതലത്തിൽ ഇതിൻ്റെ ലക്ഷ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഫ്ഗാൻ, ഇറാഖ്, ലിബിയ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് അധിനിവേശം നടത്താൻ വേണ്ടി പരസ്യ സമ്മതം അവർക്ക് ലഭിക്കണം. അവിടെ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് അധിനിവേശം അവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ എന്ന് പറഞ്ഞുകൊണ്ട് അധിനിവേശം നടത്താനുള്ള പരസ്യ സമ്മതം അവരുടെ ഒരു ലക്ഷ്യമാണ്. അതോടൊപ്പം ഇവിടെ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്ത ലിബറലുകളായ കുത്തഴിഞ്ഞ ലൈംഗികതയുടെ, കുടുംബഘടനയെ തകർക്കുന്ന അത്തരം അജണ്ടകളുമായി മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് ഇസ്ലാമിക ആദർശമാണ്. ഇസ്ലാം നന്മ പ്രചരിപ്പിക്കുമ്പോൾ അവരുടെ തിന്മകൾക്ക് വ്യാപനം ലഭിക്കുകയില്ല എന്നത് അവർ തിരിച്ചറിയുന്നു. അതുകൊണ്ട് അവരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് ഇസ്ലാം ഇത്രമേൽ വിമർശിക്കപ്പെടുന്നു? മറ്റ് ഇതര മതങ്ങൾ, എത്രയേറെ മതങ്ങൾ നമ്മുടെ രാജ്യത്തും ലോകത്തുമുണ്ട്, എങ്കിലും ഇസ്ലാം എന്തുകൊണ്ട് ഇത്ര വിമർശിക്കപ്പെടുന്നു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാം മറ്റിതര മതങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യന്റെ സർവ്വതലങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് അവൻ്റെ വൈയക്തികവും അവൻ്റെ കുടുംബപരവും
സാമൂഹികവുമായ എല്ലാ മേഖലകൾക്കും നിർദ്ദേശങ്ങളും അനുഷ്ഠാനങ്ങളും പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ചൂഷണങ്ങൾക്കും അധാർമികതകൾക്കും എതിരെ നിൽക്കുന്നു ഇസ്ലാം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, സാമ്പത്തിക വിഷയം മാത്രം എടുക്കുക. സമ്പത്താണല്ലോ എല്ലാവരുടെയും പ്രശ്നം. ഏത് പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ സമ്പത്തിൻ്റെ ഒരു പ്രയാസവും അതിൻ്റെ ഒരു ഫൈറ്റിങ്ങും നമുക്ക് എവിടെയും കാണാൻ സാധിക്കും. എന്നാൽ ഇസ്ലാം സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത് സമ്പത്തിൻ്റെ ഉടമ അത് അള്ളാഹു ആണെന്നാണ്. വല്ലാഹുൽ ഗനിയ്യു വഅൻതുമുൽ ഫുഖറാ, അള്ളാഹുവാണ് സമ്പത്തിൻ്റെ ഉടമ എന്ന് സൂറത്ത് മുഹമ്മദിൽ 38-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് അധ്വാനത്തിലൂടെ നേടിയെടുക്കണം എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നു. സൂറത്ത് മുൽക്ക് 15-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കച്ചവടത്തിലൂടെ അത് സമ്പാദിക്കാം എന്ന് ഇസ്ലാം അനുവദിക്കുന്നു. അഹല്ലല്ലാഹുൽ ബൈഅ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ നമുക്ക് സൂറത്ത് ബഖറയിൽ 275-ൽ കാണാൻ സാധിക്കും. അങ്ങനെ എങ്ങനെയൊക്കെ ചിലവഴിക്കണം, ഏതൊക്കെ രൂപത്തിൽ നൽകപ്പെടണം, മതപരമായി നൽകപ്പെടുമ്പോൾ പോലും അതിൻ്റെ തോതെന്തായിരിക്കണം എന്ന് വളരെ വിശാലമായി ഇസ്ലാം നിഷ്കർഷിക്കുന്നു. പാടില്ലാത്ത കാര്യങ്ങൾ എന്ത്, അതും ഇസ്ലാം പറയുന്നു. പലിശ ഇസ്ലാം ഹറാമാക്കുന്നു. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ, പലിശ, പണത്തിന് പകരം പണം എന്നത് ചൂഷണത്തിന് അത് കാരണമാകുന്നു. മറിച്ച് പണത്തിന് പകരം വസ്തു എന്നതാണ് യഥാർത്ഥത്തിൽ സമ്പത്ത് കച്ചവട രംഗത്ത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ചൂതാട്ടത്തെ ഇസ്ലാം ശക്തിയുക്തം എതിർക്കുന്നു. ഖുർആൻ പറയാണ്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ്, എല്ലാം അതൊക്കെ പൈശാചിക വൃത്തിയാണ്. മൈസിർ എന്നാണ് ഖുർആൻ പ്രയോഗിച്ച പദം. മൈസിർ എന്ന് പറഞ്ഞാൽ യുസ്ർ, ഏറ്റവും എളുപ്പത്തിൽ സമ്പാദിക്കുക എന്നതാണ് അതിൻ്റെ ഭാഷാപരമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇസ്ലാം അന്യായമായുള്ള എല്ലാ സമ്പാദ്യങ്ങളെയും എതിർക്കുന്നു എന്ന് കാണാൻ സാധിക്കും. വലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായ മാർഗത്തിൽ നിങ്ങളുടെ സമ്പത്തുകൾ നിങ്ങൾ പരസ്പരം വ്യവഹരിക്കരുത് എന്ന് സൂറത്ത് ബഖറ 188-ാമത്തെ ആയത്തിൽ. ധൂർത്തിനെതിരെ ഇസ്ലാം സംസാരിക്കുന്നു. ധൂർത്ത് പാടില്ല, അതുപോലെ പിശുക്കും പാടില്ല. ഇതിനിടയിലുള്ള ഒരു മധ്യമ നിലപാട് ചിലവഴിക്കുന്നിടത്ത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു. കച്ചവടം പോലും പരസ്പരം തൃപ്തികരമായിരിക്കണമെന്ന് ഖുർആൻ സൂറത്ത് നിസാഇന്റെ 29-ാമത്തെ വചനത്തിൽ കാണാം. ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാളിം മിൻകും, നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് കച്ചവടം നടത്തണം. സഹോദരങ്ങൾ നോക്കൂ, സമ്പത്തിന്റെ വിഷയത്തിൽ മാത്രം ഇത്രയേറെ വിശാലവും വിസ്തൃതവുമായി നിയമങ്ങളും നിർദ്ദേശങ്ങളും വ്യക്തിയുടെ പ്രശ്നങ്ങളിൽ മാത്രമല്ല, വ്യക്തിക്ക് ഉപകരിക്കുന്നതോടൊപ്പം സാമൂഹികമായുള്ള ബാധ്യതകൾ കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഇസ്ലാം നിയമങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുമ്പോൾ കുത്തഴിഞ്ഞ ലൈംഗികതകൾക്ക് വേണ്ടി, അത്തരം സമ്പദ് വ്യവസ്ഥിതികൾക്ക് വേണ്ടി, ക്യാപിറ്റലിസത്തിന്റെ ലാഭക്കൊതിയന്മാരായ ആളുകളുടെ സമ്പദ്ഘടനകൾക്ക് വേണ്ടി പലിശയിൽ അടിസ്ഥാനപ്പെടുത്തിയ സമ്പദ് വ്യവസ്ഥിതിയുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ലാമിനെ ചെറുക്കുക എന്നത്, ഈ ഇസ്ലാമിനെ ആളുകൾക്ക് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമായി തീരുകയാണ്. സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് ഇസ്ലാം പറഞ്ഞു. ഇസ്ലാമിൽ പ്രവാചകന്റെ ആഗമനകാലത്ത് ചെറിയ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുമായിരുന്നു എന്നാണ്. 8ഓളം പെൺകുട്ടികളെ പോലും കുഴിച്ചു മൂടപ്പെട്ട ആളുകൾ എന്നുണ്ടായിരുന്നു. പ്രസവിക്കപ്പെട്ടത് പെൺകുഞ്ഞായി എന്ന് അറിഞ്ഞാൽ അതൊരു അപമാനമായി കണ്ടുകൊണ്ട് നേരെ ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെടുന്ന ഒരു സമൂഹത്തിലേക്ക് വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുമ്പോൾ അവിടെ ഒരു ഐഡന്റിറ്റി പോലും ഇല്ലാത്ത സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം കൽപ്പിച്ചു നൽകുകയാണ്. അതുപോലെ സ്വത്തവകാശം നൽകുകയാണ്. അവൾ പവിത്രയാണ് എന്ന് പറയുന്നു, അവൾ സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്നു. ഇങ്ങനെ ഇസ്ലാം സ്ത്രീ സംരക്ഷണത്തിന്റെ പാതകൾ മുന്നോട്ട് നയിക്കുമ്പോൾ ഇന്നത്തെ ആഗോളതലത്തിലുള്ള ബിസിനസ് കൊതിയന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കച്ചവടവൽക്കരിക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്നത് സ്ത്രീകളെയും സ്ത്രീ സൗന്ദര്യത്തെയും സ്ത്രീ ശരീരത്തെയുമാണ്. നമുക്കറിയാം, വേൾഡ് ബ്യൂട്ടി ഇൻഡസ്ട്രി കണക്കുകൾ പറയുന്നത് $538 ബില്യൺ അതിൻ്റെ വാർഷിക വരുമാനം എന്നാണ്. മാത്രവുമല്ല, ഇതിൽ US-ൽ തന്നെ 20% അതിൻ്റെ വരുമാനം നേടപ്പെടുന്നു എന്നാണ്. അതുപോലെ ചൈനയിൽ 13%, ജപ്പാനിൽ 8%. ഇങ്ങനെ ഇതിൻ്റെ ബ്യൂട്ടി ഇൻഡസ്ട്രി, അതായത് സ്ത്രീകളെ കച്ചവടവൽക്കരിക്കാൻ വേണ്ടി പാകപ്പെടുത്താൻ ഉപയോഗിക്കുന്ന അവരുടെ സൗന്ദര്യവർദ്ധിത വസ്തുക്കൾക്ക് വേണ്ടി മാത്രം ബില്യൺ ഡോളറുകൾ അവർ കൊയ്തെടുക്കുമ്പോൾ, സഹോദരങ്ങളെ, എങ്ങനെ ഇതിനെതിരെ സംസാരിക്കുന്ന ഇസ്ലാമിനെ ആളുകൾക്കിടയിൽ നല്ല രീതിയിൽ കാണാൻ അവർ ഇഷ്ടപ്പെടും? ഈ ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ കൊയ്തെടുക്കുന്ന ഈ ഒരു ലാഭത്തെക്കുറിച്ച് പഠനങ്ങൾ പറയുന്നത് 2025 അത് $800 ബില്യൺ കടക്കുമെന്നാണ്. അതിൽ 5 മുതൽ 77% വരെ വർധനവുണ്ട് വാർഷികമായി എന്ന് പറയപ്പെടുന്നു. ഇന്ത്യയിൽ പോലും അതിന് $6.5 ബില്യൺ വ്യാപാരം നടത്തപ്പെടുന്നു. 2035 $35 ബില്യൺ
ഇന്ത്യ പോലും കടക്കാൻ പോകുന്നതാണ്. സഹോദരങ്ങളെ നോക്കൂ, എന്നാൽ ഇസ്ലാം സ്ത്രീയുടെ ശരീരത്തെ പവിത്രമായി കാണുന്നു, മാന്യമായ വസ്ത്രധാരണം നിർദ്ദേശിക്കുന്നു, പുറത്തു പോകുമ്പോൾ പോലും സുഗന്ധദ്രവ്യങ്ങൾ, കോസ്മെറ്റിക്സുകളും ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുന്നു, ഭർത്താവിന്റെ മുമ്പിലല്ലാതെ തന്റെ സൗന്ദര്യത്തെ പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നു. സ്ത്രീകളെ കച്ചവടവൽക്കരിക്കപ്പെടുന്ന എല്ലാ മേഖലകളെയും ശക്തിയുക്തം ഇസ്ലാം എതിർക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ആദർശം, നന്മയുടെ ധാർമ്മികതയുടെ ആദർശത്തെ സംബന്ധിച്ചിടത്തോളം, അത്തരം കുത്തകകളെ സംബന്ധിച്ചിടത്തോളം അത് മുന്നോട്ട് പോവുക എന്നത് അവർക്ക് സ്വപ്നം കാണാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് എന്തു വിധേനയും ഇതിനെ എതിർക്കുക എന്നതാണ് നിരന്തരം അവരുടെ അജണ്ട. അതിനുവേണ്ടി അവർ മുന്നോട്ട് പോകുന്നു എന്നാണ്. വീഡിയോ ഗെയിമിംഗ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ മാത്രം വീഡിയോ ഗെയിമിംഗ് രംഗത്ത് കൊയ്തെടുക്കുന്നത് $91.5 ബില്യൺ. എന്നാൽ ഇസ്ലാം സമയത്തിന് പ്രാധാന്യം നൽകി സമയം അനാവശ്യമായ വിനോദങ്ങളിൽ ചിലവഴിക്കേണ്ടതല്ല, മറിച്ച് സമയത്തെ നന്മയിൽ പ്രയോഗിക്കണമെന്നും അവന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റപ്പെടണമെന്നും ഏറ്റവും നല്ല രീതിയിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു. അത്തരം കാഴ്ചപ്പാടുകളെ എതിർക്കുക എന്നത് അത്തരം അജണ്ടയുടെ ആളുകളെ, ഇത്തരം തിന്മയുടെ അജണ്ടയുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്ന് കാണാം. നാർക്കോട്ടിക്സ്, അതുപോലെ ആൽക്കഹോൾ, ആ രംഗത്തുള്ള അവർ കൊയ്തെടുക്കുന്ന ലാഭത്തെക്കുറിച്ച് പറയുമ്പോൾ $435 ബില്യണാണ്. $435 ബില്യൺ കൊയ്തെടുക്കുന്ന ലഹരി വസ്തുക്കൾ നോക്കൂ. ലോകത്തെ നിയന്ത്രിക്കുന്നത് തന്നെ പ്രധാനമായും സാമ്പത്തിക സ്രോതസ്സായി കാണുന്നത് ലഹരി വ്യാപാരത്തെയാണ്. നമുക്കറിയാം, ആൽക്കഹോൾ അതുപോലെ നാർക്കോട്ടിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടുതലും അത് ഇല്ലീഗലായിക്കൊണ്ടാണ് അതിൻ്റെ വ്യാപാരങ്ങൾ നടക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ ഡ്രഗ്സ് അബ്യൂസ്, അമേരിക്കയിലെ ഒരു ഏജൻസി, അതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു ദശാബ്ദം കൊണ്ട് 17% വരെ വർധനവ് സാധ്യമാകുന്ന ഒരു മേഖലയാണ് ഇത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിനെ ഇസ്ലാം ശക്തിയുക്തം എതിർക്കുകയാണ്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ ലഹരി പദാർത്ഥങ്ങളെ കുറഞ്ഞ തോതിൽ ഉപയോഗിക്കുന്നത് പോലും തിന്മയായിക്കൊണ്ടും നിഷിദ്ധമായിക്കൊണ്ടും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു. മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കുന്ന, അവന്റെ വ്യക്തിത്വത്തെ ഇല്ലായ്മ ചെയ്യുന്ന, അവന്റെ കുടുംബത്തെ തകർക്കുന്ന തിന്മകളുടെ മാതാവാണ് മദ്യമെന്ന് ഇസ്ലാം മുന്നോട്ട് വെക്കുമ്പോൾ എങ്ങനെയാണ് സഹോദരങ്ങളെ അത്തരം തിന്മയുടെ വ്യാപാരത്തിന്റെ ആളുകൾ ഈ ഇസ്ലാമിനെ നല്ല രീതിയിൽ അതിൻ്റെ നന്മകളെ ജനങ്ങളിലേക്ക് എത്തുന്നത് ഇഷ്ടപ്പെടുക? അപ്പോൾ അവർ നിർബന്ധമായും ഇസ്ലാമിൻ്റെ വിമർശനങ്ങളെയും ഇസ്ലാമിനെ ആളുകൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നത് സ്വാഭാവികമാണ്. ഇനി സെക്സ് ഇൻഡസ്ട്രിയെ കുറിച്ച് നോക്കുമ്പോൾ മൈക്രോസോഫ്റ്റ്, വിൻഡോസ്, ഗൂഗിൾ, ആപ്പിൾ തുടങ്ങിയ ടോപ്പ് ടെക്നോളജി കമ്പനികൾ കൊയ്തെടുക്കുന്ന ലാഭത്തേക്കാൾ കൂടുതലാണ് സെക്സ് ഇൻഡസ്ട്രി ലോകത്ത് നേടിയെടുക്കുന്നത് എന്ന് പറയുമ്പോൾ അരാജകത്വത്തിൻ്റെയും കുത്തഴിഞ്ഞ ലൈംഗികതയുടെയും ആളുകൾ എങ്ങനെ ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യുന്നിടത്ത് അവർ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നിടത്ത് അവരുടെ സാന്നിധ്യമില്ലാതിരിക്കും? ഇസ്ലാം പറയുന്നത് വൈവാഹത്തിലൂടെ, വിവാഹബന്ധത്തിലൂടെയാണ് അവൻ്റെ ലൈംഗിക ബന്ധങ്ങൾ അല്ലെങ്കിൽ ലൈംഗികത പൂർത്തീകരിക്കേണ്ടത്. കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ വെച്ചു കുത്തഴിഞ്ഞ ലൈംഗികതക്കും ആരുമായും എപ്പോഴും അത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടാമെന്ന് പറയുന്ന ലിബറലുകൾക്ക് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് അത് കുടുംബവുമായി ബന്ധപ്പെടുത്തിയാണ്. തൻ്റെ ഭാര്യയെ സംരക്ഷിക്കുന്നിടത്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ നന്മയുടെ മുഖം. അന്യ സ്ത്രീ പുരുഷന്മാർ ഒറ്റക്കാകുന്നത് പോലും ഇസ്ലാം നിഷിദ്ധമാക്കുന്നു. അവൻ്റെ നോട്ടങ്ങളെയും കാഴ്ചകളെ പോലും ഇത്തരം അധാർമികത പോലെയുള്ള കാര്യങ്ങളിലേക്ക്, വ്യഭിചാരങ്ങളിലേക്ക്, അനാശാസ്യങ്ങളിലേക്ക് പോകുന്ന എല്ലാ മാർഗങ്ങളെയും ഇസ്ലാം അടയ്ക്കുന്നു അതിൻ്റെ തുടക്കത്തിൽ തന്നെ എന്ന് കാണാൻ സാധിക്കും. ഇത്രയേറെ തിന്മകളുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നന്മകൾ മാത്രം ജനങ്ങൾക്കും കുടുംബത്തിനും സമൂഹത്തിനും പ്രബോധനം ചെയ്യുന്ന, വിശദീകരിച്ചു കൊടുക്കുന്ന ഇസ്ലാമിനെ അവർ ശത്രുപക്ഷത്ത് കാണുന്നു എന്നുള്ളതും അവർ ഇസ്ലാമിനെ ജനങ്ങൾക്കിടയിൽ ഭീതിയോടുകൂടി കാണാൻ വേണ്ടിയുള്ള പിന്നണി പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതും അത് അവരുടെ ആവശ്യമായി മാറുന്നു എന്നതും വളരെ വ്യക്തമാണ്. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ടെററിസം, ഭീകരവാദം എന്ന് നിങ്ങളുടെ മുമ്പിൽ 2 വാക്ക് ഞാൻ മുന്നോട്ടിട്ട് തന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുകളിൽ വരുന്ന ഈ തലശ്ശേരിയുടെ ടൗൺ പരിസരത്ത് നിൽക്കുന്ന ആളുകളോട് ഞാൻ പറയുകയാണ്, ടെററിസം, ഭീകരവാദം, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചില ചിത്രങ്ങൾ തെളിയുന്നുണ്ട്. അത് ഒരിക്കലും സഹോദരങ്ങളെ 60 ലക്ഷം ജൂതന്മാരെ കൊന്ന ഹിറ്റ്ലറിന്റെ പിക്ചറല്ല, 2 കോടി ജനങ്ങളെ കൊന്ന സ്റ്റാലിന്റെ പിക്ചറല്ല, അതുപോലെ നാഗസാക്കിയിലും ഹിരോഷിമയിലും അണുബോംബ് വർഷിച്ചുകൊണ്ട് 1000 കണക്കിന് 10,000 കണക്കിന് ആളുകളെ കൊന്ന ഹാരി എസ് ട്രൂമാന്റെ പിക്ചറല്ല.
മറിച്ച് അത് ഒരു മതത്തിന്റെ പിക്ചർ ആയിരിക്കും. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിന് പിന്നിൽ വ്യക്തമായ അജണ്ടകളുമായി ആളുകൾ മുന്നോട്ട് പോകുന്നു എന്നാണ്. ഈ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഇസ്ലാമിന്റെ ആദർശങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു താടിയുള്ള ആളുകളെ കാണുമ്പോൾ, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച ആളുകളെ കാണുമ്പോൾ അവരുടെ മനസ്സുകളിൽ വർക്ക് ചെയ്യേണ്ട സോഫ്റ്റ്വെയറുകൾ പിന്നണിയിൽ നിർമ്മിക്കപ്പെടുന്നു എന്നതാണ് നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരി. അല്ലാഹു സൂറത്ത് സഫിൽ 8-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ വായ കൊണ്ട് ഇസ്ലാമിനെ, അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താമെന്നാണ്. വല്ലാഹു മുതിമ്മു നൂരി. പക്ഷേ അല്ലാഹു ആ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, ഇത്രയേറെ പുകപടലങ്ങൾക്കിടയിലും, ഇത്രയേറെ രൂക്ഷമായ അന്തരീക്ഷങ്ങൾക്കിടയിലും, ഇത്രയേറെ തെറ്റിദ്ധരിപ്പിക്കലുകളിടയിലും ഇസ്ലാമിനെ ലോകം പഠിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിനെ ലോകം പഠിക്കുന്നു, ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു. കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നതും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ അമേരിക്കയിൽ ഇസ്ലാമാണെന്നതും വളരെ വാസ്തവമായ ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Islam is the fastest growing. അതെ, ഇസ്ലാം എത്രയേറെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും അത്തരം രാജ്യങ്ങളിലും ലോകത്തും അത് വ്യാപിക്കുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്ന ആളുകൾ കൂടി വരികയാണ്. എത്രയേറെ വിമർശിക്കപ്പെടുമ്പോഴും അത് ചാനലുകളിൽ കിടന്ന് അതിൻ്റെ നിയമങ്ങളെയും അതിൻ്റെ കാര്യങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഇതിൻ്റെ ഒരു വശത്ത് നിന്ന് നന്മയുടെ ആളുകൾ അത് പഠിക്കുന്നു, അതിലേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്നത് വാസ്തവമാണ്. അത് ഏതെങ്കിലും വ്യക്തികളുടെയോ പ്രബോധനത്തിൻ്റെയോ ഏതെങ്കിലും കൂട്ടായ്മ നടത്തുന്ന പ്രവർത്തനങ്ങളുടെയോ ഫലമല്ല, മറിച്ച് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാം എന്നത് ദൈവികമായ മതമാണ്. ദൈവികമായ മതത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇത്തരം പ്രതിസന്ധികളെ അതിജയിക്കുക തന്നെ ചെയ്യും. അള്ളാഹു അവതരിപ്പിച്ച മതം. ആരാണ് അള്ളാഹു? മുസ്ലിങ്ങളുടെ ദൈവമല്ല സഹോദരങ്ങളെ. ഈ തലശ്ശേരിയുടെ എല്ലാ മേഖലകളിലും ടൗണിൽ കിടക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്, ഇവിടെ ഹൈന്ദവരായ ആളുകളുണ്ട്, ക്രൈസ്തവരായ ആളുകളുണ്ട്, മതമുള്ള ആളുകളുണ്ട്, മതമില്ലാത്ത ആളുകളുണ്ട്. അവരുടെയൊക്കെ ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവാണ് ഇത് അവതരിപ്പിച്ചത്. ഖുർആൻ പറയാണ്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. തീർച്ചയായും നിങ്ങളെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാ സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടാവായ ആ സൃഷ്ടാവ് അവതരിപ്പിച്ച മതം തീർച്ചയായും ഇവിടെ നിലനിൽക്കും. അത് നിലനിർത്താൻ അള്ളാഹുവിന്റെ നടപടിയാണ്. അള്ളാഹു പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും നാം ആണ് അതിനെ അവതരിപ്പിച്ചത്, നാം അതിനെ നിലനിർത്തുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു പറയുമ്പോൾ, സഹോദരങ്ങളെ, തെറ്റിദ്ധരിച്ചവരെ, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരെ, ഇത്തരം അജണ്ടകളെ തിരിച്ചറിയാനും ഇതിൻ്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് ഇസ്ലാമിനെയും അതിൻ്റെ പ്രമാണങ്ങളെയും പഠിക്കുവാനും അത്തരം മോക്ഷത്തിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരുവാനും നാം മനസ്സ് വിശാലമായി ആലോചിക്കുകയും ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.